ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാണണ്ടേ എല്ലാവർക്കും? വാ, ഇതുണ്ടോ? നമ്മളുടെ പറമ്പിൽ, ഞങ്ങൾക്ക് പറമ്പുണ്ട്. ആ പറമ്പിൽ കുറേ നമുക്ക് ഒരു തെങ്ങാണെങ്കിലും ഒരു പ്ലാവാണെച്ചെങ്കിലും ഒരു മാവാണെച്ചെങ്കിലും പിന്നെ നമുക്ക് മുളക് തൈയാണെച്ചെങ്കിലും ഒരു അരിമുളക് തൈയാണെച്ചെങ്കിലും നമുക്ക് അതുമെന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ, അതിമെന്ന് കായ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? അപ്പോൾ ആ സന്തോഷം പോലെ എനിക്കിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചെങ്കിൽ ഇതുണ്ടോ, ഈ മുളകുണ്ടല്ലോ, ഞാൻ ഒരുപാട് അറുത്ത് നേരത്തെ സുർക്കിയിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് അറുത്താണ് കേട്ടോ അത്, ഈ മുളക്. പിന്നെ അതേപോലെ ഈ അരിമുളക് ഞാൻ എൻ്റെ തൊടിയിൽ നിന്ന് അറുത്തതാണ്. പിന്നെ ഈ മുളകും ഇതൊക്കെ ഞാൻ സുർക്കിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് പോയി അറുത്താണ് വീണ്ടും ഇത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ അരിമുളക് നമ്മൾ നാട്ടിൽ വലിയ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ നമ്മൾക്ക് ഇത് ഗൾഫിലാണെങ്കിൽ ഭയങ്കര ഒത്തിരി ഇഷ്ടമായിരിക്കും. കാരണം എന്താ വെച്ചെങ്കിൽ ഇത് കൊളസ്ട്രോളിന് ബെസ്റ്റ് സാധനമാണ്. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുളക് ഞാനെന്താ ചെയ്തിരുന്നത്, എനിക്കും കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു ദുബായിൽ വെച്ച്. അപ്പോൾ ഞാൻ വെക്കേഷൻ പോയിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞു, എടീ എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, കുറച്ച് അരിമുളക് കൊണ്ടുവരും പറഞ്ഞു കേട്ടോ. ചുമ വരുന്നുണ്ട്, എന്താണാവും. അരിമുളക് കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞ്. അപ്പം ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ കൊണ്ടുവരുന്നു. എനിക്കും തന്നെ ഗൾഫിലാകുന്ന സമയത്ത്, ദുബൈയിലാകുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടിയിരുന്നു. അപ്പോൾ ഞാൻ കാലിഫോർണിയയിൽ പോയിട്ട് ഒരു അരിമുളകിൻ്റെ പാക്കറ്റ് മേടിക്കും. എന്നിട്ട് ഇങ്ങനത്തെ ഒരു മുളക് എടുത്തിട്ട് ആ മുളകും പിന്നെ അവിടുത്തെ വെളുത്തുള്ളി വലിയ ഉള്ളിയല്ലേ, അത് തവയിൽ വെച്ചിട്ട് ചുട്ടെടുക്കും. എന്നിട്ട് തന്തൂരി തവല്ലേ, അതിൽ വെച്ച് ചുട്ടെടുത്തിട്ട് അതൊരു പീസും ഇതും തിന്നും കേട്ടോ, കൊളസ്ട്രോൾ പോകാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞു കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, നല്ല പുളിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം. പിന്നെ അതേപോലെ ഇതുണ്ടല്ലോ, ഇത് ഉപ്പേരിയിലിടാം, കറിയിലിടാം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു മുളക് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ കത്തി കൊണ്ട് ഒന്ന് മുറിക്കണ്ട, ഒന്നിങ്ങനെ കീറിയിട്ട് അതിൽ കുറച്ച് ഉപ്പ് നിറച്ച് അത് പൊരിക്കുക. ചോറുണ്ണാൻ നല്ലതായിരിക്കും, ബെസ്റ്റായിരിക്കും. പിന്നെ അതേപോലെ ഇങ്ങനെ തന്നെ കീറിയിട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളവും അതിൽ കുറച്ച് ഉപ്പുമൊക്കെ ഇട്ടിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലോണം ഈ മുളകും കൂടെ അതിലേക്ക് ചേർത്ത് വറ്റിച്ചാൽ, നല്ലോണം ഇങ്ങനെ ടിക്കാക്കിയിട്ട് എടുത്താൽ ഭക്ഷണം കഴിക്കാൻ, ചോറുണ്ണാനൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. വേണ്ട, ഇതാണ് അന്ന് ഞാൻ ഇട്ടു എന്ന് പറഞ്ഞില്ലേ, ആ മുളക് എന്താ പറയുക, സുർക്കിയിലിട്ടിട്ട് വെച്ചിരിക്കുക. ഇതിപ്പോൾ ഞാൻ കുറേ ഇന്നിപ്പോൾ ഒരു 3-4 കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കഴിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. സൂപ്പർ. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.